ഡോക്ടർ വർഗീസ് ജോർജിലേക്ക് ഒന്ന് പോകുകയാണ്. ഡോക്ടർ വർഗീസ് ജോർജ്, ഈ സംഘടിത മേഖലയെയും അസംഘടിത മേഖലയെയും ഒരുപോലെ കയ്യിലെടുത്തുകൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ചില പ്രത്യേക മേഖലകളിലേക്ക്, ചില പ്രത്യേക വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില കടന്നുകയറ്റം നമുക്ക് കാണാൻ കഴിയും. ഈ ബജറ്റിനെതിരെ ഉയരുന്ന ഒരു വിമർശനം, ഒരു വിഷൻ ഡോക്യുമെൻ്റ് ആകണം ബജറ്റ് എന്നതാണ്. പക്ഷേ അതിനു പകരം ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റായി ഈ ബജറ്റിനെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രകടന പത്രികയുടെ സ്വഭാവമാണ് ഈ ബജറ്റിൽ കാണാൻ കഴിയുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. അങ്ങയുടെ പ്രതികരണം? ബി.ജെ.പിയുടെ പ്രതിനിധി സ്നേഹിതൻ ഇതെന്ത് പ്രസംഗമാണ് നടത്തുന്നത്? മേരി ജ്യോതി ടീച്ചർ, നമ്മളെല്ലാവരും ബഡ്ജറ്റ് ചർച്ചയിൽ എത്രയോ തവണ പങ്കെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണോ ഒരു ബഡ്ജറ്റ് ഡിസ്കോഴ്സ് നടത്തുന്നത്? നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു പ്രശ്നം ഇവിടെ വളരെ പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളൊരു വെൽഫെയർ ഇക്കണോമിക്സ് മാത്രമാണ് നമുക്കിവിടെ അനുധാവനം ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സെന്ററിന്റെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഫൈനാൻസ് കമ്മീഷനെ കണ്ടപ്പോൾ ഫൈനാൻസ് കമ്മീഷനോട് ഞങ്ങൾ പറയുകയുണ്ടായി, ക്രമികമായിട്ട് ഫൈനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് ഡിവൈഡ് ചെയ്യേണ്ട നികുതി വരുമാനത്തിൽ ഫൈനാൻസ് കമ്മീഷൻ വർധന വരുത്തണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഫൈനാൻസ് കമ്മീഷന് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വീതം വെക്കേണ്ട വിഹിതം 42% അതിന് ശേഷമുള്ള ഫൈനാൻസ് കമ്മീഷൻ അത് 41%. അപ്പൊ സംസ്ഥാനങ്ങളുടെ ചെലവ് കൂടി വരുമ്പോൾ ഫൈനാൻസ് കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് വിഹിതമായിട്ട് കൊടുക്കേണ്ടത് അനുപാതത്തിൽ കുറവ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഫൈനാൻസ് കമ്മീഷൻ എന്താണ് നിർദ്ദേശിക്കാൻ പോകുന്ന അറിയത്തില്ല. ഇപ്പൊ ജി എസ് ടിയുടെ ഒരു ഇഷ്യൂ എന്താന്ന് ചോദിച്ചാൽ, നേരത്തെ സ്റ്റേറ്റുകൾക്ക് ടാക്സ് ഭരിക്കാൻ അവകാശം ഉണ്ടായിരുന്നു, സ്റ്റേറ്റുകളെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി. പക്ഷെ GST വന്നതിൽ പിന്നെ സ്റ്റേറ്റുകൾക്ക് നികുതി പിരിവിനുള്ള അവകാശം നഷ്ടപ്പെട്ടു. സമ്പൂർണമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലായി. കോർപ്പറേറ്റ് ടാക്സ്, കമ്പനി ടാക്സ്, ഇൻകം ടാക്സ്, എക്സൈസ് ടാക്സ്, ഇതെല്ലാം കൂടി കവർ ചെയ്യുന്ന GST ടാക്സ് ഇത് കംപ്ലീറ്റ് ഇപ്പൊ സെന്ററിന്റെ കയ്യിലായി. അപ്പോൾ സ്റ്റേറ്റുകൾ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യും, സ്റ്റേറ്റുകൾക്കാണല്ലോ ചെലവുകൾ മുഴുവൻ. വിദ്യാഭ്യാസം സ്റ്റേറ്റിന്റെ വക, ആരോഗ്യം സ്റ്റേറ്റിന്റെ വക, റോഡ് നിർമ്മാണം സ്റ്റേറ്റിന്റെ വക, പെൻഷൻ സ്റ്റേറ്റിന്റെ വക. അപ്പൊ ചെലവ് മുഴുവൻ സ്റ്റേറ്റുകൾക്കും വരുമാനം മുഴുവൻ സെന്ററിനുമാണ്. അപ്പൊ സ്റ്റേറ്റുകൾ പറഞ്ഞത് ഒരു പകുതിയെങ്കിലും 50% ഇങ്ങനെ പിരിക്കുന്ന തുക ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകൾക്കായിട്ട് വീതം വെക്കണം. പക്ഷെ അതിപ്പോഴും ഒരു 30-32% നിൽക്കുകയാണ്. അപ്പൊ സംസ്ഥാനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി വരുമാനത്തിന്റെ പകുതി പോലും സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്നില്ല. പിന്നെ ഇപ്പൊ നികുതിയേതര തരത്തിൽ കൂടുതൽ വരുമാനം സെന്ററിന് വരുന്നുണ്ട്. ധാരാളം 86ഓളം സെസ്സുകൾ വരുന്നുണ്ട്. ആ സെസ്സുകളൊന്നും സ്റ്റേറ്റുകളുമായിട്ട് ഇപ്പം വീതം വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സാമ്പ്രദായികമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകളെ സഹായിക്കേണ്ടതിന് പകരം കേരളം പോലെയുള്ള സ്റ്റേറ്റുകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിന് മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ 24 സ്റ്റേറ്റുകളും കടക്കണിയിലാണ്. അങ്ങനെ ഒരു കടക്കണിയിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സ്റ്റേറ്റുകൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവിടെ എന്ത് മൂലധന നിക്ഷേപം ഉണ്ടാവും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ജീവനക്കാർക്കുള്ള പെൻഷൻ കൊടുക്കണം, ശമ്പളം കൊടുക്കണം, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കണം. പക്ഷെ ആ പരിമിതികൾക്കിടയിലും നിന്നുകൊണ്ട് പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ. ജോർജ്, അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചു കൊള്ളട്ടെ. തെലങ്കാന, പ്രത്യേകിച്ച് തെലങ്കാന സർക്കാരിനോട് പ്രത്യേകിച്ച് മമതയുടെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. അവിടെ ഒട്ടേറെ നിക്ഷേപം വരുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് തന്നെയുള്ള നമുക്കറിയാം കിറ്റക്സിൻ്റെയൊക്കെ നിക്ഷേപം അവിടെ എത്രയോ ആയിരുന്നു. 50,000-ലധികം പേർക്ക് തൊഴിൽ നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതൊക്കെയാണ് അവസ്ഥയെന്ന് താങ്കൾ സാർവത്രികമായി പറയുമ്പോൾ പോലും അവിടെയൊക്കെ നല്ല നല്ല വികസന മാതൃകകൾ നമുക്ക് കാണിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ എന്ത് വികസന മാതൃകയാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? തെലങ്കാനയിൽ പോയിട്ടുണ്ടോ? ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് തെലങ്കാനയിലെ
അല്ല, ഒരു സംസ്ഥാനത്തിന്റെ വികസനം നേരിട്ട് അറിയണമെങ്കിൽ അവിടെ നേരിട്ട് പോയി സന്ദർശിക്കണമെന്നൊന്നുമില്ലല്ലോ. ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, മനുഷ്യാന്തസ്സോടുകൂടി എത്ര ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളിലൊക്കെ ഒന്ന് പോകണം, ഗംഗാ തടങ്ങളിലൊക്കെ. ഇവിടുത്തെ പോലെ കേരളം പോലെ, അത് LDF ഗവൺമെന്റ് മാത്രം ഞാൻ പറയത്തില്ല, LDF UDF ഗവൺമെന്റുകൾ, ഇവിടുത്തെ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളും എല്ലാം കൂടെ കേരള സമൂഹത്തെ ഉഴുതുമറിച്ച് ഇളക്കി മറിച്ച് വിദ്യാഭ്യാസം, ആരോഗ്യം, ജസ്റ്റിസ്, ദ ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ, മനുഷ്യാന്തസ്സിലൂടെ നമ്മൾ കേരള സമൂഹം വളർന്നില്ല ഇത്രയും നാളായിട്ട്. അമേരിക്കയേക്കാൾ കൂടുതൽ, വാഷിങ്ടണേക്കാൾ കൂടുതൽ സാക്ഷരത, ചൈനയേക്കാൾ ആയുർദൈർഘ്യം, മരണനിരക്ക്, കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ മരണനിരക്ക് കുറവ്, നല്ല ന്യൂട്രീഷൻ, എല്ലാവർക്കും വിദ്യാഭ്യാസം. ലോകത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ പക്ഷേ ഡോക്ടർ വർഗീസ് ജോർജ്, പക്ഷേ നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നത് അയൽ സംസ്ഥാനങ്ങളിലേക്കാണ്, മറ്റു രാജ്യങ്ങളിലേക്കാണ്. ഒപ്പം തൊഴിൽ തേടി യുവാക്കൾ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ യുവാക്കളിൽ ഒരു പ്രതീക്ഷ നിറയ്ക്കാതെ എന്ത് വികസന മാതൃകയാണ് മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് കഴിയുക? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതൊരു രാഷ്ട്രീയ വിമർശനമായി ഉയരുമ്പോഴും അതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? വളരെ ശരിയാണ്. അൺഎംപ്ലോയ്മെന്റ് വളരെ കൂടുതലാണ്. നമുക്കിവിടെ വിദ്യാഭ്യാസം ഉള്ളതാണ്. പിന്നെ ഏറ്റവും കൂടുതലത്തെ നാഷണൽ ലേബർ ഫോഴ്സ് സർവേ നമ്മൾ നോക്കിയാൽ മതി. ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിൽ ജമ്മു കാശ്മീർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്റ്റേറ്റ് ഇതാണ്. വിദ്യാഭ്യാസം ഉള്ളവര് 15 മുതൽ 35 വരെ വയസ്സുള്ളവരുടെ. കാരണം മൂലധന നിക്ഷേപത്തിന് നമുക്ക് പണമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കേരളത്തിൽ പണമില്ല എന്നത് മാത്രമല്ല, മൂലധന നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിനില്ല എന്നതാണ് ഉയരുന്ന ഒരു വിമർശനം.